കുറേ ദിവസമായി റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയൊരു മൂഡുണ്ടായിരുന്നില്ല. എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ നമ്മുടെ രാജ്യത്ത്. ആകെപ്പാടെ എല്ലാ ജനങ്ങളും എല്ലാവരും വളരെയധികം ഭയത്തിലിരിക്കുകയാണ്. അപ്പോൾ എല്ലാം ഒരു സമാധാനവും ശാന്തിയിലും ആകാൻ വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മളുടെ ആർമിയിലുള്ള സോൾജേഴ്സിന് വേണ്ടിയിട്ടും അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടും ഒക്കെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അല്ലേ. അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞതാ, ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ച് മടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂണോളം നമ്മളുടെ ടൊമാറ്റോ സോസും, ഒരു പിഞ്ച് ഉപ്പും അല്പം ഒറഗാനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ടെൻഷനുള്ള സമയത്ത് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആ ടെൻഷനൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത് എന്താണെന്നറിയോ, എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതങ്ങ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. റെസിപ്പികളൊക്കെ അങ്ങ് ഉണ്ടാക്കി എന്താ പറയുക, നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആക്കുക എന്നുള്ളതേ ഉള്ളൂ. നല്ല ടെൻഷനിലാണ് എല്ലാവരും, ഇതേപോലെ ടെൻഷനിൽ തന്നെയാണെന്ന് നമുക്കറിയാം. എന്ത് ചെയ്യാനാണ്, നമുക്ക് പ്രാർത്ഥിക്കാൻ അല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. വീട്ടിലിരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതല്ലേ ഉള്ളൂ. അപ്പോൾ അതാ നമ്മുടെ മിക്സിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിതാ നമ്മളുടെ ചപ്പാത്തി മാവിനേക്കാട്ടിൽ കുറച്ചുകൂടെ വലിപ്പമുള്ളൊരു ബോളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു കണ്ടുപിടുത്തമാണ്. നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും കേട്ടോ. അത് നല്ല രീതിയിൽ തന്നെ അത് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സോസ് ഇല്ലേ, അതങ്ങോട്ട് ചില്ലി ഫ്ലേക്സ്, വെളുത്തുള്ളി, ഒരഗാനോ, ടൊമാറ്റോ സോസ്, ഒരു പിഞ്ച് ഉപ്പ്, ഇത്രയും ഉണ്ടായിരുന്നല്ലോ കേട്ടോ. അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ സൈഡിലേക്കും നല്ല രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് നമ്മുടെ ചീസാണ് കേട്ടോ. അത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും ചീസ്. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. മോസറല്ല ചീസ് വേണ്ട, സാധാ രീതിയിലുള്ള ചീസ് മതി. അത് തന്നെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ പരത്തിയെടുക്കുക. ഒരുപാടങ്ങ് തിന്നാക്കി പരത്തണ്ട കേട്ടോ. അപ്പോൾ ചപ്പാത്തിക്ക് കറി ഉണ്ടാക്കാൻ മടിയാണ്, അല്ലെങ്കിൽ കുട്ടികൾക്ക് ചപ്പാത്തി കഴിക്കാൻ ഇഷ്ടമല്ല എന്നുള്ള ആ ഒരു ടൈമിലൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ചീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ചീസ് അതിൻ്റെ ഒരു ഷീറ്റ് ഞാൻ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പീസാക്കിയിട്ട് അതിലിട്ടിട്ട് കൊടുത്തൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരുപാടങ്ങ് കുറച്ച് പരത്തുന്നില്ല, കട്ടിക്കൊന്ന് പരത്തിയിട്ട് നമുക്ക് നെയ്യ് തൂകിയിട്ട് ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല സ്പൈസിയാണ്, ടേസ്റ്റിയാണ്. ഇപ്പോൾ സ്പൈസി ആയിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ ആ എരിവിൻ്റെ അളവൊക്കെ ഒന്ന് കുറച്ചാൽ മതി. മുളകില്ലേ, അതൊന്ന് കുറച്ചാൽ മാത്രം മതി. അപ്പോൾ എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പ്രാർത്ഥിക്കുക അല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഫൈറ്റ് ചെയ്യുന്ന നമ്മുടെ ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ടും പിന്നെന്താ അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ ഉള്ളൂ. പിന്നെ പെട്ടെന്ന് തന്നെ ഇതെല്ലാം ഒന്ന് മാറി എല്ലാം വളരെ ശാന്തമായിട്ട് വരട്ടെ, പഴയ രീതിയിലാവട്ടെ, സാധാരണ രീതിയിലാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റുമല്ലേ. അപ്പോൾ ഇതാണെന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. ഒരുപാട് കട്ടിക്ക് പരത്തണ്ട, എന്നാൽ ഒരുപാട് തിന്നാക്കുകയും വേണ്ട, ആ ഒരു രീതിയിൽ. അപ്പം ഇത് ഞാൻ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടിട്ടാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് ഇട്ടേക്കാം. കുറേ ദിവസമായി സത്യം പറഞ്ഞാൽ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. എങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുകയും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയും വേണ്ടേ. നമുക്ക് കുട്ടികളുടെ ആരോഗ്യം കൂടി നോക്കണ്ടേ. നമ്മളിപ്പോൾ ഇത് ന്യൂസും കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇതിലെന്തെങ്കിലും മാറ്റം വരുമോ? ഇല്ല. അപ്പോൾ എന്തും സംഭവിക്കാം. എന്തും നേരിടാൻ വേണ്ടി എല്ലാവരും തയ്യാറായി തന്നെ ഇരിക്കുക. എന്ത് ചെയ്യാനല്ലേ. നമുക്ക് പല പല സാഹചര്യങ്ങളിൽ കൂടെയൊക്കെ കടന്നു പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. എല്ലാം പെട്ടെന്ന് മാറട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഞാൻ. ഇതിന് സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്താ പറയുക, ഒന്നിൽ തൈരോ അല്ലെങ്കിൽ അച്ചാറോ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. വളരെ സ്പൈസിയാണ്, ടേസ്റ്റിയാണ്. വെറുതെ ചായയോടൊക്കെ കഴിക്കാം. ഈവനിങ് സ്നാക്സ് ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണിത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമ്മളുടെ ചീസ് പറാട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പറാട്ട ഇതല്ല അല്ലേ. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുമ്പോൾ ബൈ.